ഈ ഒരു രാജാവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു, വൈറ്റ് ക്യൂനും ബ്ലാക്ക് ക്യൂനും. ഇവർക്ക് രണ്ടുപേർക്കും വയറ്റിലുണ്ടായിരുന്നു. വൈറ്റ് ക്യൂൻ ബ്ലാക്ക് ക്യൂനെ ഇല്ലാതാക്കാനായി അവിടുത്തെ വേലക്കാരിയോട് പറയുകയാണ്. ആ വേലക്കാരി വൈറ്റ് ക്യൂനെ പ്രസവശേഷം ഇല്ലാതാക്കി. അധികാരം കൈപ്പറ്റാനായി വൈറ്റ് ക്യൂൻ ബ്ലാക്ക് ക്യൂന്റെ കുട്ടിയെയും നശിപ്പിച്ചു കളയാൻ അവിടുത്തെ തൂപ്പുകാരിയോട് പറഞ്ഞു. രാജാവ് അറിയാതെ അവിടുത്തെ തൂപ്പുകാരി ആ കുട്ടിയെ ഒരു തണുത്തുറഞ്ഞ മഞ്ഞുകാട്ടിൽ ഉപേക്ഷിച്ചു. ഇത് കണ്ട് ബ്ലാക്ക് ക്യൂനെ പരിചരിച്ച ഒരു സ്ത്രീ ആ കുട്ടിയെ എടുത്ത് അവളുടെ സ്വന്തം മകളെ പോലെ വളർത്തി. 24 വർഷങ്ങൾക്ക് ശേഷം ബ്ലാക്ക് ക്യൂന്റെ മകൾ വളർന്ന് വലിയൊരു പെൺകുട്ടിയായി. അതേസമയം വൈറ്റ് ക്യൂന്റെ മകളും വളർന്ന് സുന്ദരിയായ ഒരു പെൺകുട്ടിയായി മാറി. ആ സ്ത്രീ ബ്ലാക്ക് ക്യൂന്റെ മകളായ ലൂനയെ ഒരു വേലക്കാരിയെ പോലെ ആ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ എത്തിയപ്പോൾ വൈറ്റ് ക്യൂന്റെ മകൾ അവളുടെ കറുപ്പ് നിറത്തെ കളിയാക്കി സംസാരിച്ചു. അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ അവിടെ ജോലി ചെയ്തു. ദിവസങ്ങൾ കഴിയുന്തോറും വൈറ്റ് ക്യൂന്റെ മകളെ വിവാഹം കഴിക്കാൻ വന്ന രാജകുമാരന് ലൂനയോട് പ്രണയം തോന്നുകയാണ്. അവൻ അവളുടെ കറുപ്പ് നിറത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് ലൂനയെ വളർത്തിയ അമ്മ ആ സ്ത്രീ അവളുടെ അച്ഛനോട് പോയി പറയുകയാണ് ഇത് ബ്ലാക്ക് ക്യൂന്റെ മകളാണെന്ന്. ഇതറിഞ്ഞ രാജാവ് അവളെ അവിടുത്തെ രാജകുമാരിയാക്കി നിയമിക്കുകയാണ്. പിന്നീട് ലൂനയും ആ രാജകുമാരനും സന്തോഷത്തോടെ ഒന്നിച്ചു. അവിടെ ഉണ്ടായിരുന്ന വൈറ്റ് ക്യൂനും അവളുടെ മകൾ ദേഷ്യത്തോടെ അവിടെ നിന്നും ഓടിപ്പോയി.